എച്ച് പിയുടെ ഒരു ലാപ്പ് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് പെട്ടിരിക്കുകയാണ്. ഇതാണ് ലാപ്പ്. കണ്ടോ, 79,000 രൂപ മുടക്കി മേടിച്ച ലാപ്പാണ്. മോന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. സംഭവം വർക്കിംഗ് ആണ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മെയ് മാസത്തിൽ മേടിച്ചതാണ്. 2 മാസം ആയതേ ഉള്ളൂ. അതിൻ്റെ ബാറ്ററി വീക്കായി എന്ന് മാത്രമല്ല, അത് വാറണ്ടി ഉള്ളത് കൊണ്ട് അത് സർവീസിന് വേണ്ടി കടവന്ത്ര സർവീസ് സെൻ്ററിലെല്ലാം, എച്ച് പിയുടെ സർവീസ് സെൻ്റർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പോയി. അപ്പോൾ അവർ പറയുന്നത് ഓൺലൈൻ പർച്ചേസിന് 2 വർഷമായിട്ട് പുതിയ നിയമങ്ങളൊക്കെയാണ്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് ഒരു കേസ് നമ്പറൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ, ഇപ്പോൾ സർവീസ് സെൻ്ററുകളിൽ അവർക്ക് ഇൻഫോർമേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അവർ വന്ന് സർവീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് എന്തൊക്കെയായാലും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ച കഴിഞ്ഞ് ഇന്നിപ്പോൾ സർവീസിന് ആൾ വന്ന് അവർ നോക്കിയപ്പോൾ അതിൻ്റെ ബാറ്ററി വീക്കാണ്. അപ്പോൾ അവർ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു ബാറ്ററി കൊണ്ടുവന്നു. പക്ഷേ അതിൽ സീരിയൽ നമ്പർ വ്യത്യാസമാണത്രേ. വീണ്ടും അവരെ ബാറ്ററി കൊണ്ടുപോയി. ഇനി നമ്മൾ വീണ്ടും രജിസ്റ്റർ ചെയ്ത് പുതിയ ബാറ്ററി വന്നെങ്കിൽ മാത്രം അവർ വീണ്ടും വന്ന് സർവീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ ഇത് ഉപയോഗമില്ലാതിരിക്കുകയാണ്. ഇപ്പോൾ മേടിച്ച് 2 മാസമായത്, ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഉപയോഗമില്ലാതിരിക്കുകയാണ്. വീണ്ടും മൊബൈലിൽ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇങ്ങനെ പവർ കുത്തിയിട്ടാൽ ഇത് വർക്ക് ചെയ്യും. പവർ ഓഫ് ആക്കിയാൽ അപ്പോൾ ഓഫായി പോകും. ഇതുണ്ട്, നോക്കിക്കോ, കണ്ട, പവർ ഊരി കഴിഞ്ഞപ്പോൾ അത് ഓഫായി പോയി. അതാണ്, അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണെന്നാണ് അവർ സർവീസ് സെൻ്ററിൽ നിന്ന് വന്നവർ പറയുന്നത്. എന്തായാലും ഞങ്ങൾക്കിത് പെട്ടെന്ന് സർവീസ് ചെയ്ത് കിട്ടിയേ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ആയാലും ഇത് കസ്റ്റമേഴ്സിന് ഒരു ചതിയാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞും കണ്ടും കേട്ടുമൊക്കെ ഓൺലൈൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. കോസ്റ്റ്ലി സാധനങ്ങളൊന്നും ഓൺലൈൻ പർച്ചേസ് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിപ്പോയി. ഇങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കോസ്റ്റ്ലി സാധനങ്ങളൊന്നും ഒരിക്കലും ഓൺലൈൻ പർച്ചേസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും ഷോപ്പിൽ പോയി വാങ്ങിയാൽ നമുക്കത് സർവീസ് ചെയ്യാൻ ആ ഷോപ്പിൽ കൊണ്ട് ചെല്ലാം. ഇതിപ്പോൾ ഒന്നും വരാത്ത അവസ്ഥയാണ്. ഇത് രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് പാടുപെട്ടു. ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ അവർ ഇവിടെ ഒന്നുമല്ല, അതിൻ്റെ ഓഫീസ് ഹൈദരാബാദ്, അവിടെ എന്തോ ആണ്. വിളിച്ച് ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞനുസരിച്ച് ലാപ്പിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ അതിൻ്റെ ബാറ്ററിയുടെ സീരിയൽ നമ്പർ നമ്മൾ ഇവിടുന്ന് പറഞ്ഞതല്ല അവരവിടെ എഴുതിയെടുത്തത്. അതുകൊണ്ട് തന്നെ സീരിയൽ നമ്പർ വ്യത്യാസമായിട്ട് ഒരു ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ആ ബാറ്ററി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ സെയിം സീരിയൽ നമ്പറുള്ള ബാറ്ററി ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ എന്നാണ് ടെക്നീഷ്യൻ വന്ന് പറഞ്ഞത്. എന്തായാലും പെട്ടു. ഇനിയിപ്പോൾ ഇത് നന്നാക്കി എടുത്തല്ലേ പറ്റുള്ളൂ. വീണ്ടും ഒരാഴ്ച പോയി. ഇനി രജിസ്റ്റർ ചെയ്ത് അവരതിൻ്റെ കേസ് നമ്പറൊക്കെ ആയി വീണ്ടും ബാറ്ററി